പത്തനംതിട്ട കോന്നിയിൽ കെ.എസ്.ആർ.ടി.സി ഡിപ്പോയ്ക്കായി സ്ഥലം നികത്തിയതും കെട്ടിടം നിർമ്മിച്ചതും സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെന്ന് കണ്ടെത്തൽ. റവന്യൂ വകുപ്പിന്റെ സർവേയിലൂടെയാണ് സ്ഥലത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. ഉടമയുടെ ഹർജിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കോന്നി മങ്ങാരം വാലുതുണ്ടിയിൽ എസ് രവിയുടെ ഉടമസ്ഥതയിലുള്ള 1.10 ഏക്കർ സ്ഥലമാണ് കോന്നി കെ.എസ്.ആർ.ടി.സി ഡിപ്പോയ്ക്കായി കയ്യേറിയത്. കഴിഞ്ഞ ദിവസം കോന്നി താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിലാണ് സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് വ്യക്തമായത്. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളന്ന് മാർക്ക് ചെയ്തു. ഈ ബിൽഡിംഗ് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ എന്റേതാണ്. ഇവരെന്നോട് ചോദിച്ചിട്ടാണ് 2011 ഇത് അപ്രോച്ച് ചെയ്തു. 2011 നേരമായത് മുഴുവൻ. അപ്പൊ ഞാൻ പറഞ്ഞത് തരാം, എനിക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് തരണം. ബാക്കി പലരുടെയാണ് 10 സെന്റ് 20 സെന്റ് അതെല്ലാം അവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തില്ല. എനിക്ക് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് തരാൻ പറഞ്ഞിട്ട് അത് ഫണ്ടില്ല പഞ്ചായത്ത് എടുത്ത് കെ.എസ്.ആർ.ടി.സിക്ക് കൊടുക്കേണ്ട റൂള് പ്രകാരം. അപ്പൊ ഞാൻ അങ്ങനെ വിട്ടു. അപ്പം ഞാൻ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ഡിപ്പോയ്ക്ക് വേണ്ടി പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന 1.93 ഏക്കറും വിലയ്ക്ക് വാങ്ങിയ 48 സെന്റും ചേർത്ത് 2.41 ഏക്കറാണ് കെ.എസ്.ആർ.ടി.സിക്ക് വിട്ടു നൽകിയത്. സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി. ഇതിൽ രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൂടി ചേർത്താണ് നികത്തിയത്. ഞാൻ ടാക്സ് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ 2021 ഇവർ അതോറിറ്റി ഫോൺ ചെയ്ത് ചോദിച്ചു, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാം, സ്ഥലം ഡെവലപ്പ് ചെയ്തോട്ടെ. ഞാനപ്പോൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 24, 25, 26 ടാക്സ് അടക്കാൻ ചെന്നപ്പോൾ എന്റെ പേരില്ല പോർട്ടലിൽ, ഉടമസ്ഥാവകാശമില്ല. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സ്ഥലം സർക്കാരിന് തന്നെ വിട്ടുനൽകാനാണ് ഉടമയുടെ തീരുമാനം. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച വിവരം പുറത്തായതോടെ ഉദ്ഘാടനം അടുത്തിരുന്ന കെ.എസ്.ആർ.ടി.സിയുടെ പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ്. മീഡിയ 1 പത്തനംതിട്ട.